അദ്ദേഹം ബേപ്പൂരിലേക്ക് സ്ഥലം മാറിയപ്പോൾ ബേപ്പൂർ സുൽത്താൻ എന്ന പേര് അറിയപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതികളാണ് ബാല്യകാലസഖി, എല്ലുപ്പാക്കലാണ് ഉണ്ടായിരുന്നത്, പാത്തുമേടാണ്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, സ്കൂളിലൊക്കെ ചെറുപ്പകാലഘട്ടങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ കഥകളൊക്കെ. ഈ പറയുന്ന ബഷീർ സ്വാതന്ത്ര്യ സേനാനി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിയെ കാണുകയും ഗാന്ധി തൊട്ടുവെന്ന് കപൂറിനെ കുട്ടിയിട്ടുണ്ട്. കപൂറിൻ്റെ പുസ്തകവും അദ്ദേഹം ജീവിതം എന്ന് പറയുന്നത് അതിനകത്ത് ഗാന്ധിയെ തൊട്ടുവെന്ന് ബഷീർ തൻ്റെ ഉമ്മയോട് പറയുന്ന കഥയുണ്ട്. നിങ്ങൾ വായിക്കണം. കാരണം ബഷീറിൻ്റെ ജീവിതത്തിലൂടെ കണ്ട അനുഭവങ്ങളാണ് ഈ പറയുന്ന പുസ്തകങ്ങളായി പുറത്തു വരുന്നത്. കാരണം ബഷീറിനെ പറയുന്നത് എൻ്റെ പുസ്തകങ്ങൾ എഴുതി ഏറ്റവും കൂടുതൽ കരഞ്ഞു കളഞ്ഞാണ്, ഏറ്റവും കൂടുതൽ ചിരിച്ചടഞ്ഞാണ്. മനസ്സിലായില്ലേ? കാരണം പുസ്തകങ്ങളിലൂടെ ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ലോകത്ത് മുഴുവൻ കീഴടക്കുക എന്നുള്ളത്. കാരണം നിങ്ങൾ പുസ്തകം വായിച്ച ഒരാൾ പുസ്തകം വായിക്കാത്ത ഒരാൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ബാല്യകാലസഖി വായിച്ചിട്ടുണ്ടോ? എത്ര പേര് വായിച്ചിട്ടുണ്ട്? അതിലെ കഥാപാത്രങ്ങളുടെ പേരറിയാവോ? അറിയത്തില്ല. അപ്പം വായിച്ചില്ലല്ലോ ആരും. അതിന് 125 രൂപ വിലയുള്ളത് അല്ലേ? അദ്ദേഹം വേണ്ട നമ്മുടെ PKK മുൻ കുട്ടിയായിരുന്നു. ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് സംസാരിക്കാനായിട്ട് ബഷീറിനെ കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം പറഞ്ഞു തരും. 2 വാക്ക് ബഷീറിനെ കുറിച്ച് സജാസ് പറഞ്ഞു കൊടുക്കും. ഇവർക്ക് ആർക്കും ഒന്നും അറിയത്തില്ലെന്ന്. നിങ്ങള് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് കേട്ടിട്ടില്ല? കേട്ടില്ല? കേട്ടിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിർത്തിയെടുക്കാലോ. അതായിരിക്കും.